ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ടു ഷീസ്കോപ്പ്. ഏതൊരു എക്സാമിന് വേണ്ടിയും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മളെപ്പോഴും നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ ഫ്രഷായി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. ഒരു പ്രോട്ടീൻ ഐറ്റം എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രോട്ടീൻ കയറിയാലേ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. പിന്നെ ഏകദേശം എല്ലാ PSC സിലബസും ഞാൻ ഓൾറെഡി പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമുള്ളത് കൊണ്ട് എനിക്ക് സിലബസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാനത് ഇങ്ങനെ നോക്കും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സിലബസിലുള്ളതും അതേപോലെ PYQs ഒക്കെ നോക്കിയിട്ട് ഞാൻ മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ചെറിയ ചെറിയ ഓരോ സ്റ്റെപ്പ് എടുക്കുക. കൺസിസ്റ്റൻസി ആണ് ഉണ്ടാക്കേണ്ടത്. അതായത് ഇന്നിപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്ത് കളയാം എന്നുള്ള ഒരു ഒരു വിചാരത്തോടു കൂടി എഴുന്നേക്കാതെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നും ചെയ്യാതിരിക്കരുത് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓരോ ദിവസവും തുടങ്ങുന്നത് ലൈറ്റ് ആയിട്ടുള്ള തീരുമാനത്തോടെയാണ്. നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കുക, നമ്മുടെ ഫോക്കസ് ബിൽഡ് ചെയ്യുക. നമ്മുടെ ഡ്രീംസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെ കയ്യിലാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കാതിരിക്കുക. ജീവിതത്തിൽ എപ്പോഴും ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇപ്പം ഞാനൊരു ഹോം മേക്കറാണ്. ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഒരു ഡെയിലി റുട്ടീൻസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യേണ്ടി വരും, ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു ക്ലാരിറ്റി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എപ്പോഴും സക്സസ് ആഗ്രഹിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ തിരക്കുകൾക്കിടയിലും നമ്മളെപ്പോഴും നമുക്ക് സമയം കണ്ടെത്തണം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും, നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും നമ്മളെ സ്റ്റഡീസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയ്ക്കുക. അപ്പോഴൊക്കെ നമ്മൾ വീഡിയോസ് കേൾക്കാൻ, ക്ലാസ് കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒറ്റ ദിവസത്തെ ഒരു കഠിനാധ്വാനത്തെക്കാളും പ്രധാനം ദിവസവും നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ സക്സസ് സ്റ്റോറീസിലേക്ക് പിന്നീട് നമ്മളെ നയിക്കും. നമ്മൾ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ഒരു വർക്ക് എന്താണോ അത് നമ്മൾ ചെയ്യുക. അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഒരു പ്ലാനിനനുസരിച്ച് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പോലെയുള്ള എക്സാംസ്, അതുപോലെ ഡിഗ്രി മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമ്മളെ ആ ഒരു ഫയർ കെട്ടുപോകാണ്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന എക്സാംസ് തന്നെയാണ് എല്ലാം. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.